Next is claim for loss of profit. So claim for loss of profit എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് സെയിൽസ് കണ്ടുപിടിക്കാൻ. ഷോർട്ട് സെയിൽസ് എന്ന് പറഞ്ഞാൽ ആ പീരീഡിൽ കഴിഞ്ഞ വർഷത്തെ ആ പീരീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം എത്ര കുറവ് സെയിൽസ് ആണ് നടന്നത്. സോ ഷോർട്ട് സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കും? സ്റ്റാൻഡേർഡ് ടേൺ ഓവറിൽ നിന്നും ആക്ച്വൽ ടേൺ ഓവർ മൈനസ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ 1st February 2012 മുതൽ 30th June 2012 വരെയാണ് ബിസിനസ് ഡിസോർഗനൈസ് ആയതെങ്കിൽ 1st February 2011 മുതൽ 30th June 2011 ആ പീരീഡിൽ എന്തുവാ സെയിൽസ് ആണ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ നേടുന്നത്. ഇനി അതിൻ്റെ ഒപ്പം എന്തെങ്കിലും പെർസെൻറ്റേജ് ഇൻക്രീസ് എന്തെങ്കിലും ആഡ് ചെയ്യുക. അപ്പോൾ യു വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. അഡ്ജസ്റ്റഡ് സ്റ്റാൻഡേർഡ് ടേൺ ഓവറിൽ നിന്നും ആക്ച്വൽ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഷോർട്ട് സെയിൽസ്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ജി പി പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ജി പി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ ടേൺ ഓവർ ഇൻറ്റു 100. ദെൻ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ജി പി 80 ഗ്രോസ് പ്രോഫിറ്റ് ഇൻ അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ. സോ ആനുവൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ പറഞ്ഞ 1st February 2012 മുതൽ 30th June 2012 വരെയാണ് ബിസിനസ് ഡിസോർഗനൈസ് ആയിട്ടുള്ളത്. ഈ ഫയർ സംഭവിച്ചതിന് തൊട്ട് മുന്നേ ഉള്ള 1 year, അതായത് ഫോർ ദ പീരിയഡ് എൻഡഡ് 1st February അതായത് 31st Jan 2012 വരെ, കഴിഞ്ഞ വർഷം മുതൽ 1st February 2011 മുതൽ 31st Jan 2012 വരെയുള്ള കഴിഞ്ഞ ഒരു വർഷം ഫയർ ഒക്കർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വർഷത്തിനെയാണ് ആനുവൽ, ആ പീരീഡിലെ ടേൺ ഓവറാണ് ആനുവൽ ടേൺ ഓവർ. അതിനൊപ്പം പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ. അത് ഇൻറ്റു ജി പി പെർസെൻറ്റേജ്. സ്റ്റെപ്പ് 2 കമ്പ്യൂട്ട് ചെയ്ത് ജി പി പെർസെൻറ്റേജ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ജി പി 80. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡീഷണൽ എക്സ്പെൻസസ് കമ്പ്യൂട്ട് ചെയ്യാനാണ്. അഡീഷണൽ എക്സ്പെൻസസ് വിൽ ബി ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, സോ ഫസ്റ്റ് വന്ന് ആക്ച്വൽ എക്സ്പെൻസ്. സോ എത്ര എക്സ്പെൻസ് അഡീഷണൽ ആയിട്ട് ഇൻകർ ചെയ്തു? ഫസ്റ്റ് ആക്ച്വൽ എക്സ്പെൻസ്. ദെൻ സെക്കൻഡ് ആക്ച്വൽ എക്സ്പെൻസ് ഇൻറ്റു ജി പി 80 ഡിവൈഡഡ് ബൈ ജി പി 80 പ്ലസ് അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്. നേരത്തെ ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസാണ് പറഞ്ഞത് ജി പി പെർസെൻറ്റേജ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. ഇവിടെ അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ആഡ് ചെയ്യണം. ജി പി ഓൺ സെയിൽസ്. ഇത് മൂന്നിൽ ഏതാണോ കുറവ് അതാണ് അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കേണ്ടത്. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ക്ലെയിം എമൗണ്ട്. ക്ലെയിം എമൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷോർട്ട് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചു, അത് ഇൻറ്റു ജി പി പെർസെൻറ്റേജ് ചെയ്യുക. സോ ജി പി ഓൺ ഷോർട്ട് സെയിൽസ്, അതിൻ്റെ ഒപ്പം അഡീഷണൽ എക്സ്പെൻസ് ആഡ് ചെയ്യാം. അതിൽ നിന്ന് എന്തെങ്കിലും സേവിങ്സ് എന്തെങ്കിലും റെഡ്യൂസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ക്ലെയിം എമൗണ്ട്. സ്റ്റെപ്പ് 6ലാണ് നമ്മൾ ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ജി പി 80 ആണ് ഇവിടെ എടുക്കേണ്ടത്. ലോസ് ഓഫ് സ്റ്റോക്കിൽ നമ്മൾ എന്താ ക്ലോസിംഗ് സ്റ്റോക്കും പോളിസി എമൗണ്ടാണ് കമ്പയർ ചെയ്തത്. ലോസ് ഓഫ് പ്രോഫിറ്റിൽ ജി പി 80യും പോളിസി എമൗണ്ടാണ് കമ്പയർ ചെയ്യുന്നത്. പോളിസി എമൗണ്ട് ജി പി 80നേക്കാളും കുറവാണെങ്കിൽ ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യുക. പോളിസി എമൗണ്ട് ഡിവൈഡഡ് ബൈ ജി പി 80 ഇൻറ്റു ക്ലെയിം എമൗണ്ട്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. Illustration 9. A fire occurred on 1st February 2012 in the premises of Pioneer Limited, a retail store, and business was partially disorganized up to 30th June 2012. The company was insured. So, 1st February 2012 fire ഉണ്ടായി, 30th June 2012 വരെ എന്താ business was partially disorganized. The company was insured under a loss of profit for 1,25,000 with a 6 months period indemnity. So 1st February 2012 മുതൽ 30th June 2012 വരെയാണ് ബിസിനസ് ഡിസോർഗനൈസ്ഡ് ആയത്. From the following information, compute the amount of claim under loss of profit policy assuming entire sales during the interrupted period was due to additional expenses. Okay, ആ പീരീഡിലെ എല്ലാ സെയിൽസും അഡീഷണൽ എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ട് ആണ് ആ പീരീഡിലെ എൻറ്റയർ സെയിൽസ് നടത്തിയെന്ന് അസ്യൂം ചെയ്തിട്ട് കൺസിഡർ ചെയ്ത് ക്ലെയിം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ആക്ച്വൽ ടേൺ ഓവർ ഫ്രം 1st Feb to 30th June 2012. ഈ പീരീഡിൽ ആക്ച്വൽ ടേൺ ഓവർ വന്നിട്ടുണ്ട്. ടേൺ ഓവർ ഫ്രം 1st February to 30th June 2011 കഴിഞ്ഞ വർഷത്തെ ആ പീരീഡിലാണ് തന്നിരിക്കുന്നത്. അതെന്താ? കഴിഞ്ഞ വർഷത്തെ സ്റ്റാൻഡേർഡ് ടേൺ ഓവർ ആണിത്. ഓക്കെ, ദെൻ ടേൺ ഓവർ ഫ്രം 1st Feb 2011 to 31st Jan 2012. ഇതിന് തൊട്ട് മുന്നേ ഉള്ള 31st Jan 2012 വരെയുള്ള ഒരു വർഷത്തെ ടേൺ ഓവർ വന്നിട്ടുണ്ട്. അത് ആനുവൽ ടേൺ ഓവറാണ്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് തന്നിട്ടുണ്ട്.
ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് തന്നിട്ടുണ്ട്. സോ അൺഇൻഷുർഡ് കണ്ടുപിടിച്ചൂടെ? അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് വിൽ ബി total minus insured, 64,000 minus 56,000. Then turnover for last financial year. So last financial year net profit തന്നിട്ടുണ്ട്, turnover തന്നിട്ടുണ്ട്. The company incurred additional expenses amounting to 6,700 which reduced the loss in turnover. So 6,700 additional expense incur ചെയ്തു. There was also a savings during the indemnity period of 2,450 in the insured standing charges as a result of the fire. Savings 2,450 ഉണ്ട്. There had been a considerable increase in trade since the date of last annual accounts, and it has been agreed that an adjustment of 15% been made in respect of the upward trend in turnover. So 15% upward trend നമ്മൾ adjust ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഷോർട്ട് സെയിൽസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ മൈനസ് ആക്ച്വൽ ടേൺ ഓവർ. ഇവിടെ 15% ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ അഡ്ജസ്റ്റഡ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. സോ സ്റ്റെപ്പ് 1 ഷോർട്ട് സെയിൽസ്. സ്റ്റാൻഡേർഡ് ടേൺ ഓവർ എത്രയാണ്? 2 lakh. 2 lakhൻ്റെ ഒപ്പം 15%, 2 lakhൻ്റെ 15% ആഡ് ചെയ്യുക. അപ്പോൾ അഡ്ജസ്റ്റഡ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ കിട്ടും. അതിൽ നിന്നും ആക്ച്വൽ ടേൺ ഓവർ 80,000 റെഡ്യൂസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഷോർട്ട് സെയിൽസ് 1,50,000. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജി പി പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ജി പി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ ടേൺ ഓവർ ഫോർ ദ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് ഫോർ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 70,000 പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഇൻഷുർഡ് 56,000 ഡിവൈഡഡ് ബൈ ടേൺ ഓവർ ഫോർ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 4,20,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 30% ജി പി പെർസെൻറ്റേജ് കിട്ടും. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താ? ജി പി എ ടി കണ്ടുപിടിക്കുക. അതായത് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ. ആനുവൽ ടേൺ ഓവർ എത്ര? 4,50,000. അതിനൊപ്പം 15% ഇൻക്രീസ് ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ. അതേ ഇൻറ്റു ജി പി പെർസെൻറ്റേജ് 30% ചെയ്യുമ്പോൾ ജി പി എ ടി 1,55,250 കിട്ടും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡീഷണൽ എക്സ്പെൻസ്. അഡീഷണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ആക്ച്വൽ എക്സ്പെൻസ് എത്രയാണ്? 6,700. ക്വസ്റ്റനിൽ ഡയറക്റ്റ് വന്നിട്ടുണ്ട് 6,700. ദെൻ സെക്കൻഡ് ആക്ച്വൽ എക്സ്പെൻസ് ഇൻറ്റു ജി പി എ ടി. 6,700 ഇൻറ്റു ജി പി എ ടി ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു 155,250 ഡിവൈഡഡ് ബൈ ജി പി എ ടി പ്ലസ് അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് 155,250 പ്ലസ് അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് എത്ര? ടോട്ടൽ 64,000. അതിൽ ഇൻഷുർഡ് 56,000, ബാക്കി 8,000 അൺഇൻഷുർഡ്. അപ്പോൾ 6,372 കിട്ടും. നെക്സ്റ്റ് ഇസ് ജി പി ഓൺ സെയിൽസ് ജനറേറ്റഡ് ബൈ അഡീഷണൽ എക്സ്പെൻസ്. അതായത് ജി പി ഓൺ ആക്ച്വൽ ടേൺ ഓവർ. ആ പീരീഡിൽ ടേൺ ഓവർ എടുക്കുക. ആക്ച്വൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 80,000 ഇൻറ്റു ജി പി പെർസെൻറ്റേജ് 30% ചെയ്യുമ്പോൾ 24,000. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇസ് 6,372. സോ അഡീഷണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 6,372 ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 5 ക്ലെയിം എമൗണ്ട്. ജി പി ഓൺ ഷോർട്ട് സെയിൽസ് കണ്ടുപിടിക്കുക. ഷോർട്ട് സെയിൽസ് എത്ര? 1,50,000 ഇൻറ്റു ജി പി പെർസെൻറ്റേജ് 45,000 കിട്ടും. ആഡ് അഡീഷണൽ എക്സ്പെൻസിന് എത്തുന്ന സ്റ്റെപ്പ് 6,372 മൈനസ് സേവിങ്സ്. ക്വസ്റ്റനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 2,450 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ക്ലെയിം എമൗണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യുക. ഫോർമുല പോളിസി എമൗണ്ട് ഡിവൈഡഡ് ബൈ ജി പി എ ടി ഇൻറ്റു ക്ലെയിം എമൗണ്ട്. പോളിസി എമൗണ്ട് ക്വസ്റ്റനിൽ 1,25,000 എന്നുണ്ട്. ജി പി എ ടി കണ്ടുപിടിച്ചു. ക്ലെയിം എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ചെയ്യുമ്പോൾ 39,390 ആണ് ഫൈനൽ ആൻസർ. Illustration 11. Sony's Limited trading and P&L account for the year ended 31st December 2011 were as follows. So 31st December 2011 വരെയുള്ള ട്രേഡിംഗ് P&L account തന്നിട്ടുണ്ട്. The company had taken out a fire policy for 3 lakh and a loss of profit policy for 1 lakh having an indemnity period of 6 months. A fire occurred on 1st April 12 at the premises and the entire stock were gutted with nil salvage value. The net quarter sales 1st April 12 മുതൽ 30th June 12 was severely affected. So ആ പീരീഡിലാണ് ലോസ് ഓഫ് പ്രോഫിറ്റ് എടുക്കേണ്ടത്. The following are the other information. Sales during the period 1st Jan 2012 to 31st March 2012. അത് ഫയറിന് തൊട്ട് മുന്നേ വരെയുള്ള സെയിൽസ്, പർച്ചേസസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ഇതെല്ലാം ലോസ് ഓഫ് സ്റ്റോക്ക് ക്ലെയിം കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. ദെൻ ആ എഫക്റ്റ് ചെയ്ത പീരീഡിലെ സെയിൽസ്, ദെൻ ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്, ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകേർഡ് ആഫ്റ്റർ ഫയർ.
The general trend of the industry shows an increase of sales by 15% and decrease in GP by 5% due to increased cost. So sales 15% increase ചെയ്തു, gross profit 5% decrease ചെയ്തു. Ascertain the claim for stock and loss of profit. So രണ്ടും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമുക്ക് ലോസ് ഓഫ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. 1st Jan 12 മുതൽ 31st March 12 വരെയുള്ള പീരീഡിലാണ്, അതായത് ഫയർ ഒക്കർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പീരീഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കാണ്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് 90,000. ദെൻ പർച്ചേസസ് തന്നിട്ടുണ്ട് 3 lakh. ദെൻ സെയിൽസ് 2,50,000. ദെൻ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് കണ്ടുപിടിക്കാം തന്നിട്ടുണ്ട്. ദെൻ ജി പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ജി പി കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ജി പി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ യൂണിഫോം അല്ല, 5% ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് -5% ചെയ്താൽ ജി പി പെർസെൻറ്റേജ് കിട്ടും. സോ ഇവിടെ ജി പി എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. 2,50,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 25% ജി പി കിട്ടും. ക്വസ്റ്റനിൽ 5% ജി പി ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 25 - 5 20% ആണ് ജി പി. സോ സെയിൽസിൻ്റെ 2,50,000ൻ്റെ 20% ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ബാലൻസിങ് ഫിഗർ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് കിട്ടും. പോളിസി എമൗണ്ട് 3 lakhന് എടുത്തിട്ടുണ്ട്. ലോസ് ഓഫ് സ്റ്റോക്ക് 2,60,000 സംഭവിച്ചിട്ടുള്ളൂ. സോ ടോട്ടൽ 2,60,000ന് നമുക്ക് ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ലോസ് ഓഫ് പ്രോഫിറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് സെയിൽസ് കണ്ടുപിടിക്കണം. ഷോർട്ട് സെയിൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടേൺ ഓവർ മൈനസ് ആക്ച്വൽ ടേൺ ഓവർ. സ്റ്റാൻഡേർഡ് ടേൺ ഓവർ ഒന്നും ക്വസ്റ്റനിൽ തന്നിട്ടില്ല. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ടേൺ ഓവർ കണ്ടുപിടിക്കണം. 1st Jan 2012 മുതൽ 31st March 2012 വരെയുള്ള സെയിൽസ് തന്നിട്ടുണ്ട്. 2,50,000 സെയിൽസ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ടേൺ ഓവർ കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ ഫുൾ വർഷം എടുക്കും. എന്നിട്ട് ഈ പീരീഡിലെ സെയിൽസ് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി 9 മാസത്തെ സെയിൽസ് കിട്ടും. അതേ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴാണ് ആ പീരീഡിലെ സെയിൽ കിട്ടുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറിലെ സെയിൽ എന്ന് പറയുന്നത് 2,50,000 ആണ് ഈ വർഷത്തെ. സോ കഴിഞ്ഞ വർഷത്തെ 1st Jan 2011 മുതൽ 31st March 2011 വരെയുള്ള സെയിൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ സെയിൽ ബൈ 15% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനേക്കാളും 15% കുറവായിരിക്കും കഴിഞ്ഞ വർഷത്തെ സെയിൽ എന്ന് പറയുന്നത്. സോ 2,50,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 115 ചെയ്യുമ്പോൾ 2,17,390 കഴിഞ്ഞ വർഷത്തെ ആദ്യ 3 മാസത്തെ സെയിലാണ്. ഓക്കെ, അപ്പോൾ ബാക്കി 9 മാസത്തെ സെയിൽ എന്ന് പറയുന്നതോ, ആ വർഷത്തെ മൊത്തം സെയിൽ എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ മൊത്തം സെയിൽ എന്ന് പറയുന്നത് 10 lakh. 10 lakhൽ 2,17,390 എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് 3 മാസത്തെ സെയിൽ. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 7,82,610 ബാക്കി 9 മാസത്തെ സെയിൽ കിട്ടും. അത് ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 1st April മുതൽ 30th June ആ 3 മാസത്തെ സെയിൽ കിട്ടും. കഴിഞ്ഞ വർഷത്തെ 3 മാസത്തെ എന്താ ലോസ് എഫക്റ്റ് ആയിട്ടുള്ള ആ പീരീഡിലെ സെയിൽ എന്ന് പറയുന്നത് 2,60,870. സോ സ്റ്റാൻഡേർഡ് ടേൺ ഓവർ വിൽ ബി 2,60,870. അതിൻ്റെ ഒപ്പം 15% സെയിൽ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ ആഡ് 15% ഓഫ് 2,60,870. യു വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ് സ്റ്റാൻഡേർഡ് ടേൺ ഓവർ. അതിൽ നിന്നും ആക്ച്വൽ ടേൺ ഓവർ സെയിൽസ് ഡ്യൂറിങ് ദ പീരീഡ് ആക്ച്വൽ ടേൺ ഓവർ വന്നിട്ടുണ്ട് 87,500. മൈനസ് ചെയ്യുമ്പോൾ ഷോർട്ട് സെയിൽസ് കിട്ടും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജി പി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ജി പി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ ടേൺ ഓവർ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? കഴിഞ്ഞ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട് 50,000 പ്ലസ് ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡിങ് ചാർജസ് ഇൻഷുർഡ് 50,000 ഡിവൈഡഡ് ബൈ ടേൺ ഓവർ ഫോർ ദ ഫിനാൻഷ്യൽ ഇയറും ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് 10 lakh. അപ്പോൾ നമുക്ക് ജി പി പെർസെൻറ്റേജ് 10% കിട്ടും.
ഇൻ ക്വസ്റ്റനിൽ ജി പി ഡിക്രീസ് ബൈ 5% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ -5% ചെയ്യുമ്പോൾ 5% ആണ് ജി പി. ദെൻ തേർഡ് സ്റ്റെപ്പ് GPAT, ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ. അതിന് ആനുവൽ ടേൺ ഓവർ എന്ന് വേണം. ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് ഫയർ ഒക്കർ ചെയ്തത് 1st April 2012 അതിന് മുന്നേ ഉള്ള ഒരു വർഷമാണ് ആനുവൽ ടേൺ ഓവർ. 31st March 12 വരെ, 1st April 11 മുതൽ 31st March 12 വരെയുള്ള പീരീഡിലെ ടേൺ ഓവറാണ് ആനുവൽ ടേൺ ഓവർ. സോ 1st April 11 മുതൽ 30th June 2012 വരെയുള്ള 31st December 2011 വരെയുള്ള 9 മാസത്തെ ടേൺ ഓവർ നമ്മുടെ കയ്യിലുണ്ട്. 7,82,610. അത് കഴിഞ്ഞ് 1st Jan 12 മുതൽ 31st March 12 വരെ 3 മാസത്തെ ടേൺ ഓവർ, ആക്ച്വൽ ടേൺ ഓവർ 2,50,000 തന്നിട്ടുണ്ട്. സോ 7,82,610 പ്ലസ് 2,50,000 ചെയ്യുമ്പോൾ 10,32,610 ആനുവൽ ടേൺ ഓവർ കിട്ടും. ദെൻ സെയിൽസ് 15% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും. സോ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് 15% ഇൻക്രീസ് ചെയ്ത് കാണിക്കണം. ഈ വർഷത്തെ എടുക്കാൻ പാടില്ല, കഴിഞ്ഞ പീരീഡിൽ. സോ 7,82,610 ഇൻറ്റു 15% ആഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ് ആനുവൽ ടേൺ ഓവർ. അതിൻ്റെ 5% ആണ് GPAT. സോ GPAT 57,500. ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് അഡീഷണൽ എക്സ്പെൻസ്. അഡീഷണൽ എക്സ്പെൻസ് വിൽ ബി ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് ആക്ച്വൽ എക്സ്പെൻസ്. ആക്ച്വൽ എക്സ്പെൻസ് എത്ര? 60,000. ദെൻ ആക്ച്വൽ എക്സ്പെൻസ് ഇൻറ്റു GPAT 60,000 ഇൻറ്റു 57,500 ഡിവൈഡഡ് ബൈ 57,500 പ്ലസ് അൺഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ്. സോ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സെല്ലിങ് വേരിയബിൾ ആണ്. സോ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും ഫിനാൻസ് ചാർജും ആണ്. സോ ടോട്ടൽ 1,80,000 ആണ് ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ്. അതിൽ 50,000 ഇൻഷുർഡ് സ്റ്റാൻഡിങ് ചാർജസ് ആണ്. സോ ബാക്കി അൺഇൻഷുർഡ് എന്ന് പറയുന്നത് 1,30,000. സോ 18,400 കിട്ടും. ദെൻ തേർഡ് എന്ന് പറയുന്നത് GP ഓൺ സെയിൽസ് ജനറേറ്റഡ് ഡ്യൂ ടു അഡീഷണൽ എക്സ്പെൻസ്. അതായത് ആക്ച്വൽ ടേൺ ഓവർ ഇൻറ്റു ആക്ച്വൽ ടേൺ ഓവർ എത്ര? 87,500 ഇൻറ്റു GP 5% ചെയ്യുമ്പോൾ 4,375 ആണ് GP ഓൺ സെയിൽസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെയിം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലെയിം എമൗണ്ട് എന്ന് പറയുന്നത് GP ഓൺ ഷോർട്ട് സെയിൽസ് 2,12,500 ഇൻറ്റു 5% പ്ലസ് അഡീഷണൽ എക്സ്പെൻസ്. അഡീഷണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഇതിനകത്ത് ഏതാ ലീസ്റ്റ്? 4,375 മൈനസ് സേവിങ്സ് ഒന്നുമില്ല. സോ അതാണ് ക്ലെയിം എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി GPAT എന്ന് പറയുന്നത് 57,500 ആണ്. പോളിസി നമ്മൾ എത്ര എമൗണ്ടിന് എടുത്തിട്ടുണ്ട്? 1 lakhന് പോളിസി എമൗണ്ട് എടുത്തിട്ടുണ്ട്. സോ 57,500 എൻറ്റയർ ക്ലെയിം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ ക്ലെയിം സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് 15,000 ആണ്. ഈ കേസ് എന്ന് പറയുന്നത് പോളിസി എമൗണ്ട് പോളിസി എമൗണ്ട് GPATനേക്കാളും കൂടുതലായതുകൊണ്ട് തന്നെ ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യേണ്ട. ക്ലെയിം എമൗണ്ട് നമ്മൾ സ്റ്റെപ്പ് 5 കാൽക്കുലേറ്റ് ചെയ്ത് ക്ലെയിം എമൗണ്ട് ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഫൈനലായിട്ട് ഇൻഷുറൻസ് ക്ലെയിം ടു ബി സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് ലോസ് ഓഫ് സ്റ്റോക്ക് 2,60,000, ലോസ് ഓഫ് പ്രോഫിറ്റ് 15,000 ടോട്ടൽ ചെയ്ത് കാണിക്കാം. ഇല്ലസ്ട്രേഷൻ 10 ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കമ്പനി ഇൻകേർഡ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ എമൗണ്ടിങ് ടു 9,300 immediately after the fire, but for this expenditure the turnover during the period of dislocation would have been only 55,000. സോ ഇവിടെ അഡീഷണൽ എക്സ്പെൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? GP ഓൺ സെയിൽസ് ജനറേറ്റഡ് ഡ്യൂ ടു അഡീഷണൽ എക്സ്പെൻസ്. അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ആക്ച്വൽ ടേൺ ഓവർ ഇൻറ്റു GP % ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 55,000 മാത്രമാണെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആക്ച്വൽ ടേൺ ഓവറിൽ നിന്നും 55,000 റെഡ്യൂസ് ചെയ്യണം. സോ ആക്ച്വൽ ടേൺ ഓവർ 80,000 മൈനസ് 55,000 ഇൻറ്റു GP % ആണ് ആ തേർഡ് കാറ്റഗറിയിലെ അഡീഷണൽ എക്സ്പെൻസ്. എന്നിട്ട് അത് മൂന്നാമത്തെ ഏതാണോ കുറവ് ലീസ്റ്റ് എടുക്കാം.